എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വ്യക്തി നിങ്ങളെയാണോ സ്നേഹിക്കുന്നത് അതോ തേർഡ് പാർട്ടിയെയാണോ? ഇതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പൈലിലേക്ക് പോകാം. 2 പൈലുകളാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. മെഴുകുതിരി വിളക്ക് ഫയലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്കാണ് നാം പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെയാണോ അതോ തേർഡ് പാർട്ടിയാണോ കൂടുതൽ സ്നേഹിക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങളുടെ വ്യക്തി ജീവിതത്തെ പോസിറ്റീവായി കാണുന്നൊരു വ്യക്തിയാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടായപ്പോൾ അതെല്ലാം തരണം ചെയ്തുകൊണ്ട് പോസിറ്റീവായി ജീവിതത്തെ കൊണ്ടുപോയൊരു വ്യക്തിയാണ്. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷ നേടി ജീവിതത്തെ പോസിറ്റീവായി കണ്ട ഒരു വ്യക്തി കൂടിയാണ് ആ വ്യക്തി. ഒരുപാട് പ്രതിബന്ധങ്ങൾ ജീവിതത്തിൽ ആ വ്യക്തിക്ക് നേരിടേണ്ടി വന്നു. ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ ആ വ്യക്തിക്ക് നേരിടേണ്ടി വന്നു. ഈ പ്രതിബന്ധങ്ങളും പ്രതിസന്ധികൾക്കപ്പുറത്ത് ജീവിതത്തെ പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിച്ചൊരു വ്യക്തിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചം ലഭിച്ചു. അന്ധകാരമായിരുന്നു നിങ്ങളുടെ ജീവിതത്തിലുണ്ടായത്. ആ അന്ധകാരത്തിൽ നിന്നും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വെളിച്ചം നൽകിയത് ആ വ്യക്തിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ സംശയിക്കുന്നു ആ വ്യക്തിക്ക് തേർഡ് പാർട്ടിയോട് സ്നേഹമുണ്ടോ എന്ന്. ആ വ്യക്തി തേർഡ് പാർട്ടിയെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം നിങ്ങളുടെ മനസ്സിൽ വല്ലാതെ ഉദിക്കുന്നു. എങ്ങനെയാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടായത് എന്നുള്ളത് നിങ്ങളുടെ ജീവിത സാഹചര്യമായിരിക്കാം, ആ വ്യക്തിയുടെ ജീവിത സാഹചര്യമാകാം. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അടിത്തറകൾ പാകിയ, നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ചൊരു വ്യക്തിയാണ്. ജീവിതത്തിൽ വലിയ വലിയ പ്രതിസന്ധികളിൽ നിങ്ങളോടൊപ്പം നിന്ന് നിങ്ങളോടൊപ്പം ജീവിച്ചു വന്ന വ്യക്തിയാണ്. ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ ഒരുപാട് കാര്യങ്ങളിൽ വിയോജിപ്പുണ്ടായിരുന്നു. ആ വിയോജിപ്പുകളെല്ലാം മറികടന്നുകൊണ്ട് നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള പല കാര്യങ്ങളിലൂടെ, നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള പല ജീവിത വഴികളിലൂടെ യാത്ര ചെയ്ത് നിങ്ങളും ആ വ്യക്തി ഒരുമിച്ച് യാത്ര ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സംശയങ്ങൾ, നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ, അത് നിങ്ങളുടെ മനസ്സിൽ ഓരോ ഘട്ടത്തിലും തോന്നുന്നത് മാത്രമാണ്. ആ വ്യക്തിക്ക് തേർഡ് പാർട്ടിയോടൊരു സ്നേഹവും പ്രത്യേകിച്ചില്ല. പക്ഷേ ആ തേർഡ് പാർട്ടി ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ആ വ്യക്തി ശ്രമിക്കുന്നത് നിങ്ങളുടെയും വ്യക്തിയുടെയും ജീവിതത്തിൽ ചില അലോസരങ്ങൾ സൃഷ്ടിക്കാനാണ്. അവരത് കണക്കാക്കിയാണ്. കാരണം അവരിങ്ങനെ കാണിക്കുമ്പോൾ, അവരിങ്ങനെ പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്ക് തോന്നുന്ന ദുഃഖം, വിഷമം അതിനെ മുതലെടുത്തുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ അകലുകയും നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ വിള്ളൽ തീർത്ത് അകറ്റാനുമാണ് അവർ ശ്രമിക്കുന്നത്. ഒരിക്കലും പെട്ടെന്നൊരു തീരുമാനം നിങ്ങളൊരു കാര്യത്തിൽ എടുക്കരുത്. കാരണം വന്ന് പറയുന്നവരുടെയും നിങ്ങൾക്ക് മുമ്പിൽ ചില കാര്യങ്ങൾ ചെയ്തു കാണിക്കുന്നവരുടെ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശം മനസ്സിലാക്കണം. നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സ് കൃത്യമായി ബോധ്യപ്പെടാതെ, നിങ്ങളുടെ വ്യക്തിയുടെ തെറ്റ് എന്താണെന്ന് വെച്ചാൽ അത് കൃത്യമായി ബോധ്യപ്പെടാതെ നിങ്ങളൊരു തീരുമാനത്തിലേക്ക് ഒരിക്കലും എത്താൻ പാടില്ല. അങ്ങനെ ഒരു തീരുമാനം ഒരിക്കലും നിങ്ങളെ വിയോജിപ്പിലേക്ക് ആക്കാനും പാടില്ല. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ വഴിവിളക്കായി കത്തി എരിഞ്ഞ, നിങ്ങൾക്ക് വേണ്ടി എരിയാൻ, നിങ്ങൾക്ക് വേണ്ടി ജീവിതം ഉപയോഗിക്കാൻ, ജീവിതം അർപ്പിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ നിങ്ങളോടുള്ള ആത്മാർത്ഥമായ സ്നേഹത്തിൻ്റെ ആഴം കാണാതെ ഒന്നും ആ വ്യക്തിയിലേക്ക് മുദ്ര കുത്തരുത്. നിങ്ങൾക്ക് കൃത്യമെന്ന് തോന്നുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാം. പക്ഷേ കൃത്യമെന്ന് തോന്നാത്തതും ചിലർ നിങ്ങളോട് പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നതും മാത്രം നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത്. അടുത്തതായി ആടിൻ്റെ രൂപം, സ്വർണ്ണ നിറത്തിലുള്ള ആടിൻ്റെ രൂപം പൈലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം. നിങ്ങളെയാണോ ആ വ്യക്തിക്ക് ഇഷ്ടം അതോ തേർഡ് പാർട്ടിയാണോ? പ്രണയത്തിൻ്റെ കാര്യത്തിൽ ആരോടാണ് കൂടുതൽ ഇഷ്ടം? തേർഡ് പാർട്ടി ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടി ആത്മാർത്ഥമായി ജീവിച്ച വ്യക്തിയാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്നും നിങ്ങളുടെ വ്യക്തി ഉണ്ട്. നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി ജീവിതം കൃത്യമായി ഒഴിഞ്ഞു വെച്ചൊരു വ്യക്തിയാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് അത്രയും പ്രാധാന്യമുള്ള ഒരാളുമാണ്.
ഒരുപാട് ചോയ്സുകൾക്ക് അപ്പുറത്തേക്കൊന്നും നിങ്ങൾ പോയിട്ടില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സുപ്രഭാതത്തിൽ നിങ്ങളുടെ വ്യക്തി വന്നു. അധികമൊന്നും നിങ്ങൾ അന്വേഷിച്ചില്ല, അധികമൊന്നും നിങ്ങൾ തേടിപ്പോയില്ല, അധികമൊന്നും നിങ്ങൾ ചിന്തിച്ചില്ല. നിങ്ങളുടെ നിഷ്കളങ്കമായ മനസ്സ് നിങ്ങൾ ആ വ്യക്തിക്ക് നൽകി. ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചു. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ സ്നേഹത്തെയും നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തെയും തകർക്കാൻ വേണ്ടി തേർഡ് പാർട്ടി വരുന്നു. തേർഡ് പാർട്ടിയുടെ ആഗമനം പോലും നിങ്ങളുടെ ദയയാണ്. നിങ്ങളാണ് ആ തേർഡ് പാർട്ടിക്ക് ഒരവസരം നൽകിയത്. ആ തേർഡ് പാർട്ടി നിങ്ങളെ തന്നെ ഉപദ്രവിക്കാൻ ഇപ്പോൾ വെമ്പൽ കൊള്ളുന്നു. തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ വ്യക്തിയെ കിട്ടി എന്നുള്ളതാണ്. അതിനെന്ത് യോഗ്യതയാണുള്ളതെന്നാണ്. തേർഡ് പാർട്ടിക്കാണ് അവകാശം. തേർഡ് പാർട്ടിയെ പോലെ ഇത്രയും നിലവാരമുള്ള ഒരാൾക്ക് കിട്ടാത്ത ഇത് നിങ്ങളെപ്പോലെ ഒരു ചെറിയ ആൾക്ക് എങ്ങനെ കിട്ടി? നിങ്ങൾക്കതിനുള്ള യോഗ്യത ഇല്ലെന്ന് പോലും തേർഡ് പാർട്ടി ചിന്തിക്കുകയാണ്. തേർഡ് പാർട്ടിയുടെ ഈ ചിന്ത അസ്ഥാനത്തുള്ള ചിന്തയാണ്. തേർഡ് പാർട്ടിക്കത് ചിന്തിക്കാനോ തേർഡ് പാർട്ടിക്കത് സ്വപ്നം കാണാനുള്ള അവകാശമില്ല. തീർത്തും അന്യായമായ കാര്യങ്ങൾ പറഞ്ഞും അതുപോലെ പറയാൻ ശ്രമിച്ചും തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയുടെയും ജീവിതത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. ആ പ്രതിസന്ധികൾ സൃഷ്ടിക്കലുകളിൽ നിന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ഉണരണം. നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ ബോധ്യപ്പെടുത്തണം. നിങ്ങളൊന്നും മിണ്ടാതെ എല്ലാം ഉള്ളിലൊതുക്കിയ ഒരു പാവത്തെ പോലെ നിൽക്കുന്ന നിൽപ്പല്ല വേണ്ടത്. നിങ്ങൾക്കറിയാം ചതി എവിടെ നിന്നാണ് വന്നത്, എങ്ങനെയാണ് ചതിക്കുന്നത്. അതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യം നിങ്ങൾ കാണിക്കണം. നിങ്ങൾ ബോധ്യം കാണിക്കാത്തടത്തോളം കാലം തേർഡ് പാർട്ടി നിങ്ങളോട് മര്യാദ കാണിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. തെറ്റിദ്ധരിക്കപ്പെടുന്ന നിങ്ങളുടെ വ്യക്തിക്ക് ചിലപ്പോൾ ആ തെറ്റിപ്പോൾ കാണാനും കഴിയില്ല. നിങ്ങൾ ഉണരണം, നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കണം. നിങ്ങൾ നൽകിയ ആത്മാർത്ഥത, നിങ്ങൾ നൽകിയ നല്ല ആ ഒരു മനസ്സ്, അതിന് വിജയം ഉണ്ടാവണം. പോസിറ്റീവായിട്ട് നിങ്ങൾ പോകണം. നിങ്ങൾ മാത്രമേ വിജയിക്കുകയുള്ളൂ. കാരണം നിങ്ങളുടെ അടുത്താണ് നന്മ. നിങ്ങളുടെ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹമായിരുന്നു നിങ്ങളുടെ വ്യക്തി. നിങ്ങൾ തട്ടിച്ചോ വെട്ടിച്ചോ അന്യായമായോ കൈയടക്കിയതല്ല. നിങ്ങൾക്കതിനുള്ള അവകാശമുണ്ട്, നിങ്ങൾക്കതിനുള്ള യോഗ്യതയുണ്ട്. ഈശ്വരൻ നിങ്ങൾക്ക് കനിഞ്ഞ് അരുളി നൽകിയതാണ്. അത് ഈശ്വരൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുടെ അനുവാദമില്ലാതെ ആർക്കും തട്ടിയെടുക്കാൻ കഴിയില്ല. ശ്രമിക്കുന്നവർ 100 നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ തേർഡ് പാർട്ടി മാത്രമല്ല, പല ആളുകളും ഉണ്ടാവും. പക്ഷെ അതിലൊന്നും അവർ വിജയിക്കാൻ പോകുന്നില്ല. അങ്ങനെ അവർ വിജയിക്കുമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുകയും വേണ്ട. കാരണം ഈ ലോകത്തെ മുഴുവൻ സംവിധാനിച്ചിരിക്കുന്ന പോസിറ്റീവ് എനർജി നിങ്ങളോടും നിങ്ങളുടെ വ്യക്തിയോടൊപ്പം ഉണ്ട്. നിങ്ങൾ ആ വ്യക്തിയിൽ നിന്നും ഒന്നും കിട്ടാനല്ല ആ വ്യക്തിയെ സ്നേഹിച്ചതെന്നും ആ വ്യക്തിക്ക് വേണ്ടി ജീവിതം അർപ്പിച്ച വ്യക്തിയാണെന്നും കൃത്യമായിട്ടറിയാം. അതുകൊണ്ട് ആശങ്കപ്പെടേണ്ട. നിങ്ങൾ തന്നെയാണ് അതിന് യോഗ്യത. നിങ്ങൾ തന്നെ അത് നേടുകയും ചെയ്യും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.